ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ബന്ധായതുകൊണ്ട് ഇന്നലെ രാത്രി വന്നപ്പോൾ മോൻ ചിക്കൻ കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ ഇന്ന് ഒരു രാവിലെ തന്നെ അടുത്ത വീട്ടിൽ നിന്ന് ചക്ക കിട്ടി. ഇന്നലെ പഴുത്ത ചക്കയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. കുറച്ച് ജാങ്കോയും തിന്നു. പിന്നെ ഇന്ന് പച്ച ചക്ക കിട്ടിയപ്പം ചിക്കൻ ഉണ്ടല്ലോ, അപ്പോൾ ഇന്നൊരു കോമ്പിനേഷൻ ആക്കിയ ചിക്കനും ചക്കയാക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് പിന്നെ പുഴുക്ക് വയ്ക്കുവാണെങ്കിൽ എനിക്കങ്ങനെ ഇതൊന്നും വേണമെന്നില്ല. നോൺ വെജ് അങ്ങനെ ഇറച്ചിക്കറിയോ മീൻകറിയോ ഒന്നും വേണമെന്നില്ല. അപ്പോൾ ഇന്ന് ചക്കയും ചിക്കനുമാണ്. ചക്കയൊക്കെ നന്നാക്കി എടുത്തു കേട്ടോ. ചക്കയൊക്കെ പുഴുക്കിന് വേണ്ടിയിട്ട് പുഴുങ്ങാൻ എടുത്തു വെച്ചു. പിന്നെ കുറച്ച് വറുക്കാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഇന്ന് വറുക്കുന്നില്ല, നാളെ വറുക്കണുള്ളൂ. അപ്പോൾ അരിഞ്ഞ് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോവാണ്. ഇനി ഇത് പുഴുക്കുണ്ടാക്കട്ടെ. അപ്പോൾ അങ്ങനെ ചക്ക പുഴുങ്ങി. ചക്കപ്പുഴുക്ക് ഇറച്ചിക്കറിയാണ് കേട്ടോ ഇന്ന്. ഇറച്ചിക്കറി ഉണ്ടെങ്കിൽ പിന്നെ ചക്കയൊക്കെ പുഴുങ്ങിയാൽ മക്കൾ തിന്നോളും. ഞാനൊരിത്തിരി വെള്ളത്തിലാക്കി, കാരണം ചക്കയിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് ഉണക്കമീൻ വറുത്തതായിരുന്നു ഇന്നലെ. ഇത് ഉള്ളിത്തണ്ട് തോരനാട്ടോ. എനിക്ക് മാത്രം ഉണ്ടാക്കിയതാണേ. ഒരു ഉള്ളിത്തണ്ട് വാങ്ങിയിട്ട് അത് 2 പ്രാവശ്യമായിട്ട് തോരൻ വയ്ക്കാൻ എടുത്തതാണ്. പിന്നെ ഇത് വൈകുന്നേരത്തേക്ക് അല്ലെങ്കിൽ നാളേക്ക് ചിക്കൻ പൊരിക്കാൻ വേണ്ടി എടുത്തു വെച്ചതാണ്. പിന്നെ ഇന്നലെ വീണ്ടും ഒരു പപ്പായ പഴുത്ത് കിട്ടി. അതിൻ്റെ പകുതി ഇന്നലെ രാത്രി ഞാൻ കഴിച്ചു. പിന്നെ ചോറ് കുറേ ദിവസമായിരുന്നു. ഹായ് കൂട്ടുകാരെ, അങ്ങനെ ചക്ക പുഴുങ്ങിട്ടോ. ചക്ക പുഴുങ്ങി. ചക്കയ്ക്ക് കൂട്ടാൻ, എനിക്ക് കൂട്ടാനൊന്നും വേണ്ട, ചക്ക മാത്രം മതി. പിന്നെ മക്കൾക്ക് ചിക്കൻ ഉണ്ട്. ഇന്നിപ്പോൾ ഇവിടെ എല്ലാവരും ഉള്ള ദിവസം ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വെച്ചത്. ഇന്നലെ ചിക്കൻ വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കനും കൂട്ടി അവർ ചക്ക കഴിച്ചോളും, ചോറും കൊണ്ടോളും. പിന്നെ ഇന്നലത്തെ ഉണക്കമീൻ, അത് ചിക്കൻ കൊണ്ടുവരുമെന്ന് അറിഞ്ഞില്ലായിരുന്നു. പിന്നെ ഇത് ഉള്ളിത്തണ്ട് തോരനാണ്. ഉള്ളിപ്പൂവിൻ്റെ അത് ഒരു ഇത് വാങ്ങിയതായിരുന്നു. പക്ഷേ അത് 2 പ്രാവശ്യമാണ് ആയിട്ടാണ് വെക്കുന്നത്. ചിലപ്പോൾ വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ച്. ഇത് നാളേക്ക് വറുക്കാനാണ്. പിന്നെ ചോറ്. പിന്നെ നമ്മുടെ പപ്പായ മരം, ഇന്നലെ ഒരു പപ്പായ പഴുത്തുണ്ടായിരുന്നു. അതിൻ്റെ പകുതി ഇന്നലെ ഞാൻ കഴിച്ചു. ബാക്കിയാണ് ഇത്. നല്ല